സോ എന്താണ് ആർക്കിടെക്ചർ? അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ എഫക്റ്റ് ചെയ്യുന്ന അഥവാ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിൻ്റെ പ്രിൻസിപ്പിൾ, ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ വി വാണ്ട് ടു സ്റ്റഡി ക്രിയേറ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് ആർക്കിടെക്ചർ. നമുക്കറിയാം ഒരു ആർക്കിടെക്ചറിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞു. ഫങ്ഷൻസ് വരും, അതേപോലെ എക്കണോമി വരും, ഔട്ട്വേർഡ് അപ്പിയറൻസ് വരും, അതേപോലെ സ്ട്രക്ചറൽ ഡ്യൂറബിലിറ്റി, അതിൻ്റെ എസെൻഷ്യൽ സർവീസസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അതിൻ്റെ ക്രിയേറ്റീവ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ 3 മെയിൻ ക്രിയേറ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ടെന്ന് പറയാം. ഫസ്റ്റ് വൺ ഈസ് ഫോം അഥവാ സ്ട്രെങ്ത്. സെക്കൻഡ് വൺ ഈസ് ഫങ്ഷൻ അഥവാ യൂട്ടിലിറ്റി. ആൻഡ് തേർഡ് വൺ ഈസ് ആസ്തെറ്റിക്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആർക്കിടെക്ചറൽ വർക്ക് എന്ന് പറയുന്നത് അത് ഫങ്ഷണൽ ആവണം, അല്ലെങ്കിൽ യൂട്ടിലിറ്റി അതിൻ്റെ അനുസരിച്ചിട്ടുള്ളതാവണം ഫോം ചെയ്യുന്നത്. ആ ഫോം ചെയ്യുന്നത് സേഫ്റ്റി പരമായി എന്താണോ വേണ്ടത് അതിന് കണക്കാക്കിയിട്ടുള്ള സ്ട്രെങ്ത്തിൽ ഫോം ഷേപ്പിലാവണം. അങ്ങനെ ഉണ്ടാവുന്ന കൺസ്ട്രക്ഷൻ വർക്ക് എസ്തെറ്റിക്കലി ഓക്കെ ആവണം. സോ ഇത് മൂന്നും കണക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാം. The first one is function. The function form the fundamental principle of any creative design. Function in a architecture refers to the complex human need which can be personal. Also, most of the needs are purely space for living, working, entertainment, assembly, and so on. By the sometimes the needs all needs are also symbolized as in the case of monuments or tombs. The success of such design is decided by expansion of building or psychological satisfaction derived from here. The architectural function may be temporary or permanent. നമ്മളൊരു ഡിസൈൻ ചെയ്യുന്ന ഒരു സൈറ്റ് എടുത്തു, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫണ്ടമെൻ്റലായിട്ട് നമുക്കൊരു ഡിസൈൻ ചെയ്യണം. അങ്ങനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഫങ്ഷനാണ്, അല്ലേ? അപ്പം ഏത് ആവശ്യത്തിനാണ് അത് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത് നമ്മൾ ചെക്ക് ചെയ്യും. ദെൻ റിക്വയർമെൻറ്റ് ഓഫ് ക്ലൈൻറ്റ്, റിക്വയർമെൻറ്റ് ഓഫ് സൈറ്റ്, building by law and rules, principle of building planning like aspects, prospect, roominess, circulation, etc. Sketch the plan and sketch the layout and lighting and ventilation. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ട് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഫോമിൽ ഫങ്ഷൻ നമ്മൾ പറയും അഥവാ ഡിസൈൻ ചെയ്യും. സോ ഇതാണ് ഒരു ഫങ്ഷൻ, ക്രിയേറ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് ദ ആർക്കിടെക്ചറിൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഫങ്ഷൻ ഫോം ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് എനി ക്രിയേറ്റീവ് ഡിസൈൻ. ഓൾസോ ഫങ്ഷൻ ഇൻ ആർക്കിടെക്ചർ റെഫേഴ്സ് ടു ദ കോംപ്ലക്സ് ഹ്യൂമൻ നീഡ് വിച്ച് ക്യാൻ ബി പേഴ്സണൽ. എന്താണോ ഹ്യൂമണിന് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യണം. ആ കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് പോയിന്റ് ഔട്ട്. എന്തൊക്കെ ആവാം? മേ ബി റിക്വയർമെന്റ് ഓഫ് ക്ലൈന്റ് നമ്മൾ നോക്കണം, റിക്വയർമെന്റ് ഓഫ് സൈറ്റ് നമ്മൾ നോക്കണം, ബിൽഡിംഗ് ലോസ് ചെക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം, അതേപോലെ പ്രിൻസിപ്പിൾ ഓഫ് ബിൽഡിംഗ് പ്ലാനിങ്, അതായത് ആ റൂംനെസ് ഉണ്ടോ, സർക്കുലേഷൻ നടക്കുന്നുണ്ടോ, ആസ്പെക്ട്സ് ആണോ, പ്രോസ്പെക്ട്സ് റെഡി ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. സ്കെച്ച് പ്ലാൻ ആൻഡ് ലേഔട്ട് നോക്കണം, ലൈറ്റിങ്ങും വെന്റിലേഷനും പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇങ്ങനെ അവരുടെ നീഡിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യണം. സോ ഇതിനെ നമുക്കൊരു ക്രിയേറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയാലോ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചില കൺസ്ട്രക്ഷൻ വർക്കുകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ മോണ്യുമെന്റ്സ് ആവാം, അല്ലെങ്കിൽ ഒരു ടോം ലൈക്ക് സ്ട്രക്ചേഴ്സ് ആവാം. അങ്ങനെ നമുക്ക് വേരിയേഷൻസ് ഒക്കെ നമ്മുടെ ഈ ഒരു ക്രിയേറ്റീവ് പ്രിൻസിപ്പിളിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നമ്മൾ സൈക്കോളജിക്കലി നമ്മൾ സാറ്റിസ്ഫൈഡ് ആവണം ആ ഒരു ഫങ്ഷൻ പ്രകാരം ഈ ഉണ്ടാക്കുന്ന കൺസ്ട്രക്ഷൻ വർക്ക് ഓക്കെ ആണെന്ന്.
So this is the basic അഥവാ first creative principle of architecture. And the second one is strength അഥവാ form. ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് സേഫ്റ്റി ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക. Safety is an essential of any building. All buildings are subjected to static or dynamic loading, which is to be resisted through the stresses like compressive tension and shear like any other structural member. So ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്ന സമയത്ത് ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ലോഡാണ്, ഡൈനാമിക് ലോഡാണോ സ്റ്റാറ്റിക് ലോഡാണോ, ആ ലോഡ് റെസിസ്റ്റ് ചെയ്യാനുള്ള സ്ട്രെസ്സസ് അവിടെ ഫോം ചെയ്യുന്നുണ്ടോ, അത് ഏത് ടൈപ്പ് ഓഫ് സ്ട്രെസ്സസ് ആണ്, അത് സ്ട്രക്ചറൽ മെമ്പേഴ്സിലൂടെ കടന്നു പോവുമോ, ഈ കാര്യങ്ങൾ നമ്മൾ ആദ്യം ഉറപ്പുവരുത്തണം. ദെൻ അങ്ങനെ വരുന്ന സമയത്ത് സ്ട്രെങ്ത് അഥവാ സ്ട്രക്ചർ ഓക്കെയാണ് നമ്മൾ ഉറപ്പുവരുത്തും. ദെൻ ദ ക്ലൈമറ്റിനനുസരിച്ചിട്ടാണോ അല്ലെങ്കിൽ ഓരോ ക്ലൈമറ്റിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെങ്ത്തിൽ നമ്മൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. സോ അത് ചെക്ക് ചെയ്യണം. അതേപോലെ ചില മെറ്റീരിയൽസ് ചില സ്ഥലങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ഓവർ ടേണിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് റീസണബിൾ ആവും. സോ അത് ചെക്ക് ചെയ്യണം. അതേപോലെ മെത്തേഡ്സ് ആൻഡ് ടെക്നിക് ഓഫ് കൺസ്ട്രക്ഷൻസ്, അഡീഷണൽ ആയിട്ട് സ്ട്രക്ചറൽ വോളൊക്കെ കൊടുക്കുന്ന സമയത്ത് സ്റ്റേബിൾ അഗെയിൻസ്റ്റ് സെറ്റിൽമെൻറ്റ് ആൻഡ് ഓവർ ടേണിംഗ് ഒക്കെ വരും. അങ്ങനെ ആവുന്ന സമയത്ത് അത് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഏത് ടെക്നിക്സ് ആണ് നമ്മൾ കൊടുത്തത്, അത് സേഫ്റ്റി ആണോ, ആ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അതേപോലെ എക്കണോമി, സ്കിൽ, ലേബേഴ്സ്, എർത്ത് ഡിസൈൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുകയാണെങ്കിൽ അതിന് നമുക്ക് ക്രിയേറ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്ട്രെങ്ത് ആണ് എന്ന് പറയാം. സോ എന്താണോ നമ്മുടെ വർക്ക് അല്ലെങ്കിൽ സ്ട്രക്ചർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെറ്റീരിയൽ ക്വാളിറ്റി ആൻഡ് സ്കിൽ വിത്ത് വിച്ച് മെറ്റീരിയൽ ആർ യൂസ്ഡ് ടു കൺസ്ട്രക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഥവാ മോഡേൺ ആർക്കിടെക്ചർ യൂട്ടിലൈസ് ദ സ്ട്രക്ചറൽ പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ സ്ട്രെങ്ത് ഈസ് ദ സെക്കൻഡ് ക്രിയേറ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് ദ ആർക്കിടെക്ചർ. ആൻഡ് ദ തേർഡ് വൺ ഈസ് എസ്തെറ്റിക്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിങ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആവണം അല്ലേ, നാച്ചുറൽ എൻവയോൺമെൻറ്റ്, അതിൻ്റെ ഒരു യൂണിറ്റി, അതിൻ്റെ ഒരു കളർ സെൻസ്, കോൺട്രാസ്റ്റ്, അതിൻ്റെ ഉള്ളിലുള്ള റൂമിങ്ങിൻ്റെ പ്രൊപ്പോർഷൻസ്, സ്കെയിൽസ്, ഇൻറ്റീരിയർ ആൻഡ് ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ്, ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. Even the aesthetic refers to the aesthetic design of the beauty and the feeling evolved by it on the user. Modern time was associated with the ornamental by painting, etc. The main element in aesthetic are point, line, plane, figures, form, shape, composition, സ്പേസ് എക്സെട്ര. നമുക്ക് ഇതിൻ്റെ മെയിൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, ഒരു ആസ്തെറ്റിക്കിൻ്റെ മെയിൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് പോയിന്റ്, ലൈൻ, ഫോം, ഷേപ്പ്, സ്പേസ്, കോമ്പോസിഷൻസ് ആണ്. ഇതിൽ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് പോയിന്റ്. ഡയമെൻഷൻ ഇല്ലാത്ത, മാഗ്നിറ്റ്യൂഡ് ഇല്ലാത്ത ഒരു പോയിന്റ്, അതിനാണ് നമ്മൾ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈവൻ ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, ഇതൊരു പോയിന്റ് ആണ്. പക്ഷെ ആസ്തെറ്റിക്കലി നോക്കുന്ന സമയത്ത് അതിനൊരു ഫീലിംഗ് വേറെയാണ്. സ്മോളസ്റ്റ് ആൻഡ് ബേസിക് എലമെന്റ്, മോസ്റ്റ് ബേസിക് എലമെന്റ് ഓഫ് എ ഡിസൈൻ എന്ന് നമുക്ക് പോയിന്റിനെ പറയാം. ഇറ്റ്സ് ഓൾസോ ഡിസ്ക്രൈബ്ഡ് ബൈ കോർഡിനേറ്റ്സ് ഓൺ എ പ്ലെയിൻ യൂസ് ടു ഇൻഡിക്കേറ്റ് ദ ലൊക്കേഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്ത് സൈസ് ആണെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ആസ്തെറ്റിക് ബ്യൂട്ടി നമുക്ക് കിട്ടുക. അതിനെയാണ് നമ്മൾ പോയിന്റ് എന്ന് പറയുന്നത്. എ പോയിന്റ് മാർക്സ് ആസ് എ പൊസിഷൻ ഇൻ എ സ്പേസ്. Conceptually, it has no length, width or depth and is therefore static and centralized dimensions.
സോ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെ എസ്തെറ്റിക്കിലെ ഒരു ബേസിക് എലമെന്റ് ആണെന്ന് നമുക്ക് പറയാം. And the second element is line. ലെങ്ത് ഡയമെൻഷൻ മാത്രം റെഫർ ചെയ്യുന്നു. അഥവാ it's also a critical element for the formation of any visual construction. It can be served to join, link, support, surrounded or intersect with any visual elements and describe edges of and given shape to plane. നമ്മൾ നേരത്തെ ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരുപാട് പോയിന്റുകൾ ജോയിൻ ചെയ്തതിനെ നമുക്കൊരു ലൈൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ആ ഒരു ലൈൻ ഒന്നുകിൽ ഒരു ബൗണ്ടറി ആക്കാം, അല്ലെങ്കിൽ ഒരു ജോയിനിങ് ലിങ്ക് ആക്കാം, സപ്പോർട്ട് ആക്കാം. പക്ഷെ അതൊരു പ്ലെയിനിലേക്ക് എത്തുന്ന സമയത്ത് മോസ്റ്റ്ലി എന്താ പറയുക, ഇറ്റ് ഹാസ് മെനി ടൈപ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു ലൈൻസിനെ 4 ടൈപ്പാക്കി നമുക്ക് പറയാൻ പറ്റും. ഇറ്റ്സ് മേ ബി വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, ഡയഗണൽ ആൻഡ് കർവ്ഡ്. ഹിയർ സ്റ്റെബിലിറ്റി, സ്ട്രെങ്ത്, ഫോർമാലിറ്റി ഇതൊക്കെ ഒരു വേർട്ടിക്കലി ആണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് കോൾഡ് വേർട്ടിക്കൽ ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക്. ഇനി calm and peace with a relaxation ടൈപ്പിലാണെങ്കിൽ ഇറ്റ് കോൾഡ് ആസ് ഹൊറിസോണ്ടൽ. ആൻഡ് ദ ഡയഗണൽ ആണെങ്കിൽ ഇറ്റ്സ് റെപ്രസെന്റ് ദ ആക്ഷൻ, ആക്ടിവിറ്റി, മൂവ്മെന്റ്, അതിനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡയഗണൽ ആണെന്ന് പറയാം. It's may be natural, having appearance of softness and creating soothing feelings or moods is called curved. Here we can see the vertical lines examples of building. The Empire State Building in architect Chauvelin and Harmon. കണ്ടോ, ഇതൊരു വെർട്ടിക്കൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. ഇതിന്റെ ഫോർമാലിറ്റി, സ്റ്റെബിലിറ്റി ഒക്കെ, സ്ട്രെങ്ത് ഒക്കെ ഒരു വെർട്ടിക്കലി അലൈൻഡ് ആണ്. അതേപോലെ ബാൻഡൻബർഗിലെ ഗേറ്റ് ഓഫ് ബേർലിൻ, ഇതും ഒരു വെർട്ടിക്കലിന് എക്സാമ്പിൾ ആണ്. ദെൻ സ്കൈസ്കാപ്പർ മാഡ്രിഡ്, ഇതും ഒരു വേർട്ടിക്കലിന് എക്സാമ്പിൾ ആണ്. അതിൻ്റെ സ്റ്റെബിലിറ്റി ഒക്കെ വേർട്ടിക്കലായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓൾസോ ഹൊറിസോണ്ടൽ ടൈപ്പ് കണ്ടോ, ലെങ്ത് ഹൈറ്റ് കുറച്ചിട്ട് ഹൊറിസോണ്ടലി മെയിനായിട്ട് നമ്മൾ സ്പേസ് കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ കാം ആൻഡ് പീസ് ആൻഡ് റിലാക്സേഷൻ മോഡാക്കി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക്. മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസാണിത്, ക്ലിപ്പാറ്റിലുള്ള. അതേപോലെ കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ ചർച്ച് കനാസിറ്റി, അവിടെയുള്ള ഒരു ബിൽഡിംഗ് ആണിത്, 1940 ബിൽഡ് ചെയ്ത്. ഇത് രണ്ടുമാണ് ഹൊറിസോണ്ടൽ ലൈൻസിന് ഞാനൊരു എക്സാമ്പിൾ കാണിക്കുന്നത്. ദെൻ ഡയഗണൽ ബിൽഡിംഗ് കണ്ടോ, ഡയഗണൽ ലൈൻസ് ആണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. അതിങ്ങനെ മൂവ് ചെയ്തിട്ട് അതിൻ്റെ ആക്ഷൻസിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. അതേപോലെ ഇവിടെ ഒരു ഡയഗണലായിട്ട് ഒരു പിസ പിരമിഡ് പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അതേപോലെ ഇവിടെ കണ്ടോ നിങ്ങൾ, ഇന്റീരിയർ വർക്ക് ഡയഗണലി ആണ് ലൈൻസ്, അതായത് ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ പോകുന്നു, ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ പോകുന്നു. ഒരു ഡയഗണൽ ലൈൻസ്, അതൊരു മൂവ്മെന്റും അതിന്റെ ആക്ഷൻസും അനുസരിച്ചിട്ട് അതിനെ അലൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് കേർവ്ഡ് ടൈപ്സ്, ഒരു സൂത്തിങ് ആൻഡ് ഫ്രീഡം, ഒരു ഡിപ്പെൻഡഡ് ആവാതെ കണ്ടോ, ഈ ഒരു ടൈപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ സിഡ്നിയിലുള്ള ഒപ്പേറ ഹൗസ് ആണിത്. ഇത് അതുപോലെ ഇതൊരു വർക്കാണ്, ഇതാണെന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. സോ കേർവ്ഡ് ലൈൻസ് വിത്ത് ദ സെൻസ് ഓഫ് ഫ്രീഡം ആൻഡ് സൂത്തിങ് മൂഡ്. സോ ദീസ് ആർ ദ മെയിൻ ടൈപ്സ് എന്ന് പറയുന്നത്, ലൈൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 പോയിന്റുകൾ ഒരു പ്ലെയിനിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ എക്സ്പാൻഷൻ ആയിട്ട് വരുവാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ തേർഡ് വൺ ഈസ് ഫോം. എസ്തെറ്റിക്കിലെ തേർഡ് വൺ എന്ന് പറയുന്നത് ഫോം ആണ്. It's a 3-dimensional element formed by the enclosure of space by a plane or number of planes. 3D പ്ലെയിൻ ആവാം, 2D പ്ലെയിൻ ആവാം. അതിൽ നമ്മളൊരു ഫോം ചെയ്യുന്നു, അതായത് ഏതെങ്കിലും ഒരു ഷേപ്പിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. Any form can be used as such as in any composition for better appearance of the compositions. When form is treated in terms of volume for living purposes, then functional utility become important, for which Wordsworth said, "The form remains, the function never dies." നമ്മൾ കേട്ടിട്ടുണ്ടാവും, "The form remains, the function never dies." നമ്മൾ ഫോം ചെയ്യുന്ന എന്ത് ടൈപ്പ് ആണോ അത് അതിലേക്ക്
ആ ഒരു മോഡലിലേക്ക് നമ്മളെ സ്ട്രെങ്ത്തും കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്ത് ഷേപ്പാക്കി മാറ്റി നമുക്ക് ആ ഒരു രീതിയിൽ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടോ ഓറിയന്റൽ പേൾ ടവർ ഷാങ്കായിലെ, അതേപോലെ ഈജിപ്തിലെ പിരമിഡ്സ്, ഇതൊക്കെ ഒരു ഫോം ഷേപ്പാണ്. അതായത് ഇങ്ങനെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു രീതിയിലേക്ക് അത് ഫോം ചെയ്യുന്നു എന്ന് മാത്രം. ദ ഫോർത്ത് വൺ ഈസ് ഷേപ്പ്. ഫോം ആൻഡ് ഷേപ്പ് എന്നാണ് പറയാ. ഞാനിവിടെ ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ഫോം 3 dimensional ആണെങ്കിൽ ഷേപ്പ് വിൽ ബി 2 dimensional എൻക്ലോസ്ഡ് ഏരിയ ബൈ ലൈൻസ് ഓർ കർവ്സ്. ഇറ്റ്സ് മേ ബി ജിയോമെട്രിക്കൽ ആവാം, അതേപോലെ മെക്കാനിക്കൽ ആവാം, ഓർഗാനിക് ആവാം. Geometrical is types so like these shapes, and the mechanical may be mechanical works can be done into that shape, and the geometrical organic may be ലൈക്ക് എന്താ പറയുക, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഫ്ലോ ചെയ്യുന്നതാവാം, അങ്ങനെ ഏതെങ്കിലും ഒരു ഷേപ്പിലേക്ക് ഫോം ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് എലമെന്റ് ഈസ് സ്പേസ്. നമുക്കറിയാം, നമ്മളൊരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണ്, നമുക്ക് വേണ്ടി നമ്മൾ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈവൻ നമ്മൾ വരാന്തയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ കൊടുക്കും. അത് അത്യാവശ്യം സ്പേഷ്യസ് ആവണമെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലേ. ആ സ്പേഷ്യസ് ആവുന്നതിന്റെ ഉദ്ദേശങ്ങൾ, അവിടെ ഒരു ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ വന്ന ആളുകൾ ഇരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന മൈൻഡ് മൂഡ്സ് വരെ നമ്മൾ ആ ഒരു സ്പേസിങ്ങിൽ കാണുന്നു. സ്പേസ് ഈസ് ദ ബേസിക് ബാക്ക്ഗ്രൗണ്ട് for all human activities. From the infinity spaces, the designer defines the activity area using lines and planes. The basic plane of all activities is the floor defined by the boundary lines. Like when two activities takes place in same for some floor is space for activity can be differentiated from the other by raising or lowering the spaces by general governor. Here we can see a common room. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. ഈ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഒരുപാട് ടേബിൾ ഇട്ടിട്ടുണ്ട് അല്ലേ. ഈ ടേബിൾ ഇട്ടിട്ടുണ്ടെങ്കിലും അതിനിടയിൽ നമുക്ക് സ്പേസ് കാണാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ എത്ര തിരക്കുണ്ടായാലും ആ ഒരു റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഇരുന്ന് കഴിക്കാനും ഹ്യൂമൻ ആക്ടിവിറ്റീസും ചെയ്യാനും ഒക്കെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. ആ ഒരു കാര്യം കൂടി നമ്മൾ ഈ സ്പേസിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഏരിയ ബിറ്റ്വീൻ ആൻഡ് റൗണ്ട് parts of the image or implies the depth of the image. The types of spaces are positive space, negative space, tolerance space, circulation space, and activity space. Here, activity space എന്ന് ഉദ്ദേശിക്കുന്നത് it consists of the space occupied by the user encouraged in or actively together with the space for equipments, tools and furniture required for the activity. എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിരിക്കണം. അതിനാണ് നമ്മൾ ആക്ടിവിറ്റി സ്പേസ് എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് സർക്കുലേഷൻ സ്പേസ് എന്ന് പറയുന്നതോ നമ്മൾ ഹൊറിസോണ്ടലി ആണെങ്കിലും വെർട്ടിക്കലി ആണെങ്കിലും, അല്ലെങ്കിൽ പാസേജ്, കോറിഡോർ, സ്റ്റെയർ, ലിഫ്റ്റ്, എസ്കലേറ്റർ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുമല്ലോ. അത് അതിൻ്റെ ഡയമെൻഷൻ അനുസരിച്ച് പ്രൊവൈഡ് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ ഒരു പാസേജ് ആണെങ്കിൽ ഒരാൾക്ക് പോകാനുള്ള പാസേജും രണ്ടാൾക്ക് പോകാനുള്ള പാസേജിൻ്റെയും സ്പേസ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരാൾക്ക് പോകാനുള്ള സ്പേസ് ആണ് ഇടുന്നതെങ്കിൽ അത് രണ്ടാൾക്ക് പോകുന്നത് ഇടുന്നതാണോ, ഒരാൾക്ക് പോകുമ്പം ഇടുന്നതാണോ കൂടുതൽ ബെറ്റർ ആ ഒരു സ്പേഷ്യസ് കൺസെപ്റ്റിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ നമ്മൾ കുറച്ചുകൂടി എന്താ പറയുക, സ്പേസ് വെന്റിലേഷൻ കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സർക്കുലേഷൻ സ്പേസിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ ടോളറൻസ് സ്പേസ്. The activity spaces and circulation space defined the physical space of recur, right? In addition to this, we'll have to allow some amount of flexibility and freedom for the space user. എന്ന് വെച്ചാൽ മെയിനായിട്ട് ഒരാളെ സൈക്കോളജിക്കലി ഉണ്ടാവുന്ന സാറ്റിസ്ഫിക്കേഷൻ ഉണ്ടാവുമല്ലോ, അയാൾക്ക് ഉണ്ടാവുന്ന റൂൾസ്, കാര്യങ്ങൾ, എക്സ്ട്രാ സ്പേസ് വേണം, അല്ലെങ്കിൽ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ടോളറൻസ് സ്പേസിൽ ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ, ഒരു റൂം അതിന്റെ മിനിമം വെർട്ടിക്കൽ ഹൈറ്റ് എന്ന് പറയുന്നത് 216 mm ആണെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് സീലിംഗ് ഫാന് കൊടുത്തു കഴിഞ്ഞ് അതിൽ സീലിംഗ് ഫാന് കൊടുക്കണം, അല്ലെങ്കിൽ അതിന് സീലിംഗ് വർക്ക് ചെയ്യണം. അപ്പോൾ അതിന്റെ സ്പേസ് കുറച്ചുകൂടി കൂട്ടേണ്ട, അല്ലെങ്കിൽ അയാൾക്ക് അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ അതിൽ കൂടുതൽ ഹൈറ്റ് ഉള്ള ആളുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ അതിൽ കൈ പൊക്കുന്ന സമയത്ത്, അങ്ങനെയൊക്കെ ഈ 216 തന്നെ ചെയ്തു കഴിഞ്ഞാൽ ആ ഹൈറ്റ് ഡിഫറൻസ് കുറയും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടി ഒരു 216 ആണ് കൊടുക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ ഒരു 275 mm നമ്മൾ ഹൈറ്റ് റൂഫ് കൂട്ടും. അത്തരത്തിൽ സ്പേസിംഗ് ഉണ്ടാക്കുന്നതിനെ കൂടിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോളറൻസ് സ്പേസിംഗ് എന്ന് പറയുന്നത്. ദെൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സ്പേസിംഗ്. ഇറ്റ്സ്
എന്താ പറയുക, നമ്മളൊരു 6 സർഫസ് കംഫേർട്ട് ആയിട്ടുള്ള സർഫസിൽ ഓക്യുപ്പൈ ചെയ്യുമ്പം അവിടെ ഉണ്ടാവുന്ന സ്പെസിഫിക്കേഷൻ, ഇത് മേ ബി പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം, അതിനെ അറൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ പോസിറ്റീവ് സ്പേസിങ് ആൻഡ് നെഗറ്റീവ് സ്പേസിങ് പറയുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ സ്പേസ് എന്ന് പറയുന്നത്. ആൻഡ് ദ സിക്സ്ത് വൺ ഈസ് എസ്തെറ്റിക്കിലെ സിക്സ്ത് വൺ എന്ന് പറയുന്നത് കോമ്പോസിഷൻ ആണ്. കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുടെ അസംബ്ലൻസ് വേരിയൻസ് ആണ്. അതായത് യൂണിറ്റി, ബാലൻസ്, ഫോക്കസ്, റിതം, കോൺട്രസ്റ്റ്, സ്കെയിൽ, പ്രൊപ്പോർഷൻ, ഇത്രയും കാര്യങ്ങളുടെ ഒരു കോമ്പോസിഷനെയാണ് നമ്മൾ ആ സിക്സ്ത് എലമെന്റ് ആയിട്ട് പറയുന്നത്. വിച്ച് ക്യാൻ ബി അപ്രീഷിയേറ്റഡ് ബൈ everyone with respect to mental satisfaction will be the best composition. ഇതിൽ ഓരോന്നും നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് ഡീറ്റെയിൽ ചെയ്തിട്ട് നമുക്ക് എടുക്കാം. സോ ഇന്നത്തെ ക്ലാസ്സിൽ ആസ്തെറ്റിക്കിൽ ഓരോ ടൈപ്പും അതിൻ്റെ ഡീറ്റെയിലിങ്ങുമാണ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ.